ഒരു തെറ്റുമില്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൽ, ഒരു തെറ്റുമില്ല. മാത്രമല്ല പറ്റുമെങ്കിൽ അത് പറയണം, പറ്റുമെങ്കിൽ അത് പറയണം. ക്രൈസ്തവരെ ഇസ്ലാമികവൽക്കരിക്കാൻ എത്രമാത്രം ഇയാൾ കഷ്ടപ്പെടുന്നു എന്ന് നോക്കിക്കേ. യാക്കോബിന്റെ ലേഖനം വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്ന് കേട്ട് നോക്കി. നാളുകൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നും അല്ല, 2017 ഞാനും ജിജിയും കൂടെ ഒരു ലൈവ് വീഡിയോ എടുക്കും. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ജിജി പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. എന്റെ അമ്മോ, എന്തൊരു പുകില്! ജിജി മാപ്പ് പറയണം, മാരിയോ മാപ്പ് പറയണം, നാട്ടുകാർ മാപ്പ് പറയണം, എന്തായിരുന്നു അല്ലേ? അന്ന് ഞാൻ അതിന് വ്യാഖ്യാനമൊന്നും കൊടുത്ത മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അറിവിന് കുറച്ച് കാലതാമസം എടുക്കും. ഒരു 8 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നു. ഒരു തെറ്റുമില്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൽ, ഒരു തെറ്റുമില്ല. മാത്രമല്ല പറ്റുമെങ്കിൽ അത് പറയണം, പറ്റുമെങ്കിൽ അത് പറയണം. ഞാൻ പറഞ്ഞില്ലല്ലോ, ദൈവവചനമല്ല, ഞാൻ വായിച്ചോട്ടെ. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 4-13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ, ഒരു കുമളയാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കൽപ്പനയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യൂ. കർത്താവ് തിരുമനസ്സായാൽ എന്നല്ലേ വേറെ ആരാധനാമൂർത്തി എന്തിനോടെ കൊണ്ടുവരുന്നു? ഇനി ഇയാൾ പറയുന്നത് അറബിയിൽ അങ്ങനെയാണെന്ന്, വളരെ ശുദ്ധ നുണയാണ്. ഈ ദൈവം തിരുമനസ്സായാൽ എന്നതിന്റെ അറബി മാത്രമാണ് ഇൻഷാ അല്ലാഹ് എന്ന്. അറബി അറിയത്തില്ലാത്ത ക്രൈസ്തവരെ കബളിപ്പിക്കുന്ന ശുദ്ധ തട്ടിപ്പാണിത്. അറബി ഭാഷ സംസാരിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി അച്ചടിക്കപ്പെട്ട ബൈബിളിൽ ഇൻഷാ അൽ റബ്ബ് എന്ന് എഴുതിയിരിക്കുന്നത്. അൽ റബ്ബ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നതിനാണ്. അൽ യാഹ്വേ എന്ന് ചിലയിടത്ത് ഉപയോഗിക്കുന്നു, ചിലയിടത്ത് ഇലാഹി ഉപയോഗിക്കുന്നു. ഇദ്ദേഹം എന്തുകൊണ്ട് ഇൻഷാ ഇലാഹി പറയുന്നില്ല? ഇദ്ദേഹം എന്തുകൊണ്ട് ഇൻഷാ അൽ റബ്ബ് പറയുന്നില്ല? വ്യക്തമായും ഇസ്ലാമികളുടെ ആരാധനാമൂർത്തിയെ ക്രൈസ്തവരെ കൊണ്ട് ആരാധിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ്. ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരു മാറ്റവുമില്ല. ജിജി പറഞ്ഞപ്പോ പുകിലുണ്ടായെന്ന്. എന്റെ അമ്മോ, എന്തൊരു പുകില്! ജിജി മാപ്പ് പറയണം, മാരിയോ മാപ്പ് പറയണം. ഒത്തിരിയേറെ കോളിലൊക്കെ ഉണ്ടായിട്ടും 8 വർഷം കഴിഞ്ഞിട്ടും അയാൾക്കൊരു മാറ്റവും ഇല്ല. അയാൾ പിടിച്ചെടുത്ത് നിൽക്കുകയാണ്. ഏതെങ്കിലും കത്തോലിക്ക വചനപ്രഭാഷണ വേദി കയറ്റാൻ കൊള്ളുന്നതാണോ ഇങ്ങനെ സംസാരിക്കുന്ന ആളെ? ഒരു ഊഹം വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിനെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു പോവുകയല്ല. കറക്റ്റ് ബൈബിൾ വാക്യം എടുത്തു വെച്ചുകൊണ്ട് തന്നെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്, ധ്യാനകേന്ദ്രത്തിൽ പഠിപ്പിക്കുകയാണ്. യാക്കോബ് 4:5 ഉദ്ദേശിക്കുന്നത് ഇൻഷാ പറയാനാണെന്ന്. ഇത് കേട്ട് അനേകർ ഈ അബദ്ധം വിഴുങ്ങിക്കൊണ്ട് നടക്കുക, ഇൻഷായും പറഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞ് നടക്കുക. ഇദ്ദേഹത്തിൻ്റെ ഫിലോക്കാലെ ടീമിലുള്ളവരും ധ്യാനം കൂടിയവരും എല്ലാവരും ഈ ഇൻഷാ പറയുന്നവരാണ്. അപ്പോൾ അവിടെ ഒരു ഇസ്ലാം അരൂപിയാണ് പ്രവർത്തിക്കുന്നതെന്നും പള്ളിക്കകത്ത് കുരിശുള്ളി എന്നതുപോലെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഒരു ഇസ്ലാം അരൂപ ശക്തികളുടെ ടീമാണിതെന്നും ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് ഇപ്പൊ തെളിവായില്ലേ? ഒരു തെറ്റുമില്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൽ, ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഒരു 8 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നു. അന്ന് മനസ്സിലാവില്ല, ഇന്ന് മനസ്സിലാവുന്നു. എന്താണ് അർത്ഥം? അന്ന് അധികം റേഞ്ച് ആയിട്ടില്ല. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി ക്രൈസ്തവരിൽ ഒരു 50,000 പേരാണ് ഇസ്ലാമിക രീതിയിലേക്കൊക്കെ മാറിയതെങ്കിൽ ഇത്രയും വർഷങ്ങളെടുത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം വഴിയായി 5 ലക്ഷം പേരെങ്കിലും ഇസ്ലാമിക രീതിയിലായിട്ടുണ്ട്. അവർക്കിതെല്ലാം ഇപ്പോൾ കേൾക്കുമ്പോഴേ ഇൻഷാ പറയാനും പറ്റും. മനസ്സിലായില്ലേ? ധാരാളം പേര് ഇതെല്ലാം ഗ്രഹിക്കാനും ഇൻഷാ പറയാനും തക്ക രീതിയിൽ ഇയാളങ്ങ് ഒരുക്കി. അത്രയും കാലം ഒരുക്കിയ ശേഷമാണ് അവരോട് പറയുന്നത്, ഇയാൾ എന്ത് പറയുന്നത് വിഴുങ്ങാൻ തക്ക രീതിയിൽ ഇസ്ലാം അടിമകളാക്കിയ ശേഷം ഇയാൾ പഠിപ്പിക്കുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എത്രയോ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇൻഷാ പറയാൻ കർത്താവിൻ്റെ കൽപ്പനയാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ ധരിപ്പിച്ചിട്ട് ആ കൽപ്പന തെറ്റിച്ചാൽ സ്വർഗത്തിൽ പോകില്ലല്ലോ. അങ്ങനെ ഭയപ്പെടുത്തി കൽപ്പനയാണെന്ന് പറഞ്ഞ് ഇൻഷാ പറയിപ്പിക്കുക. കൽപ്പനയാണ്. ഇതെന്തൊരു ദുരന്തമാണിത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കത്തോലിക്ക വിശ്വാസിയായ ജിജിയെ കൊണ്ട് എത്രയോ കാലമായി അയാളത് പറയിക്കുന്നു. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ജിജി പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. എന്റെ അമ്മ അസ്സലാമു അലൈക്കും പറയുന്നു, ഇൻഷാ പറയുന്നു. അതാണ് വേണ്ടിയിരുന്നത്. ഒരു മതം വിട്ട്, ഒരു വിശ്വാസം വിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ വിശ്വാസമല്ലേ പ്രബോധിപ്പിക്കേണ്ടത്? അതിനല്ലേ ഇവിടുത്തെ സ്റ്റേജുകളിൽ, വേദികളിൽ കയറേണ്ടത്? നേരെ തിരിച്ച് ഈ വേദികളെല്ലാം ദുരുപയോഗിച്ച് ഇസ്ലാമികവൽക്കരിക്കുക. ഇവിടം വരെയുള്ള ഈ വീഡിയോ ചെയ്തത് ഞാൻ പബ്ലിഷ് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇതിനി ചെയ്യേണ്ട ഈ വിഷയം നിർത്താം എന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഈ ഇൻഷാ പറയുന്നത് അറബി ബൈബിളിലുള്ള വാക്കാണ് എന്ന് കപട നുണ പറഞ്ഞത് വിമർശിച്ച ഒരു പ്രമുഖ ചാനലുകാരന് 1 മണിക്കൂറോളം മറുപടി കൊടുത്തുകൊണ്ടുള്ള ഇവൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഇൻഷാ എന്നത് കർത്താവ് തിരുമനസ്സായാൽ എന്നതിൻ്റെ അറബി തർജ്ജമയല്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊരു വാക്ക് പറയുമെന്ന് വിചാരിച്ച് ഞാനത് മുഴുവൻ കേട്ടു. എനിക്ക് ഇവൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്
പ്രത്യേകിച്ച് അത് കേട്ടുകൊണ്ടിരുന്ന ദുഷ്ടാരൂപിയുടെ സ്വാധീനം ഉണ്ടാകുക എന്നതുകൊണ്ട് ഞാൻ ഓരോ 10 മിനിറ്റ് ഗ്യാപ്പിട്ടും വിശ്വാസ പ്രമാണം ചെല്ലുകയും ശുദ്ധ ജലം തളിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ട് 1 മണിക്കൂർ ഞാൻ കേട്ടിരുന്നു. ഇതെനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറയും എന്ന് വിചാരിച്ച്. എന്നാൽ അത് പറഞ്ഞേയില്ല. ആ തട്ടിപ്പ് കണ്ടെത്തിയ കാര്യത്തിൽ പരാമർശമേ ഇല്ല. മറ്റു പല ന്യായീകരണങ്ങൾ പറഞ്ഞ് വാഗ്വിലാസത്താൽ അനേകരെ വശീകരിച്ച് തൻ്റെ ന്യായം ശരിയാണെന്ന് തന്ത്രപൂർവ്വമായ വാക്കുകൾ പറയുകയാണ് ചെയ്തത്. ഒടുവിൽ അയാൾ തട്ടിക്കയറി സംസാരിക്കുകയും ചെയ്തു. ആ മറുപടി ഒന്ന് കേട്ടെ. പറയേണ്ടി വന്നാൽ പറയും. ഹലോ, പറയേണ്ടി വന്നാൽ ഇൻഷാ നാരായണ പറയേണ്ടി വന്നാൽ, ഇൻഷാ മഹാദേവ പറയേണ്ടി വന്നാൽ, ഇൻഷാ ലൂസിഫർ പറയേണ്ടി വന്നാൽ മാരിയോ പറയും. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ കയറ്റി എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിർദ്ദേശം നിങ്ങൾ കമൻറ്റായി എഴുതുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.